അസ്സലാമു അലൈക്കും. നമ്മൾ ഈ ഒരു സമൂഹത്തിൽ വ്യത്യസ്ത തരം മനുഷ്യരെ കാണുന്നുണ്ട്. വ്യത്യസ്ത ചിന്തകളിലൂടെ, വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യത്യസ്ത ഇനം മനുഷ്യരുണ്ട് അല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തിനുള്ളതെന്നറിയോ? ജീവിതത്തിൽ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യം, ആ കാര്യം നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന അമലിനെ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ ഒരു അമലിനെ കേട്ടോളി. ഇൻഷാ അല്ലാ. ഏതാണ് ആ ഒരു അമലെന്ന് നമുക്ക് നോക്കിയാലോ? ഈ ലോകത്തിൽ ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചില ആഗ്രഹങ്ങളുണ്ടാകും. വർഷങ്ങൾ കഴിഞ്ഞാലും മറക്കാൻ കഴിയാത്ത ചില സ്വപ്നങ്ങൾ. ചിലപ്പോൾ രാത്രികളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മനുഷ്യൻ അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, റബ്ബേ ഇതെനിക്ക് തരണേ എന്ന് വീണ്ടും വീണ്ടും പറയുന്ന ദുആകൾ. പക്ഷെ സമയം കടന്നു പോകുന്നുണ്ട്, ജീവിതവും മാറുന്നുണ്ട്, പ്രായം ഓരോ ദിവസവും കൂടി വരുന്നുണ്ട്. എങ്കിലും ചില ദുആകൾക്ക് ഉടനെ മറുപടി കിട്ടാതെ വരികയാണ്. അപ്പം മനുഷ്യൻ്റെ ഹൃദയം ക്ഷീണിക്കുകയാണ്. ഇനി ഇത് നടക്കുമോ എന്ന ചിന്ത വരികയാണ്. പക്ഷേ ഒരു സത്യവിശ്വാസിയുടെ ഹൃദയം അവിടെ അവസാനിക്കൂല അല്ലേ? കാരണം അവൻ അറിയുന്നുണ്ട്, അള്ളാഹു ഒരു കാര്യം നമുക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ എതിർത്താലും, ലോകം മുഴുവൻ തനിക്കായിട്ട് പടപൊരുതി നിന്നാലും അത് നമ്മളിൽ എത്തുക തന്നെ ചെയ്യും. വൈകിയേക്കാം, പക്ഷെ നഷ്ടമാകൂല ഒരിക്കലും. പലർക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം കാത്തിരിപ്പാണ്. ഒരുപാട് കമൻസുകൾ കാണാറുണ്ട്. ചിലർ വർഷങ്ങളോളം ഒരു സന്തോഷത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ചിലർ രോഗശാന്തിക്കായിട്ട് ദുആ ചെയ്യാണ്. ചിലർ മക്കളുടെ സ്വഭാവം നന്നാകാൻ വേണ്ടിയിട്ട് കരയുകയാണ്. ചിലർ കുടുംബത്തിലെ സമാധാനത്തിനായിട്ട് അള്ളാഹുവിനോട് ചോദിക്കണുണ്ട്. എന്നാൽ ചിലപ്പോൾ മനുഷ്യരുടെ കണക്ക് നോക്കുമ്പോൾ എല്ലാം അസാധ്യമായിട്ട് തോന്നാം. പക്ഷെ അള്ളാഹുവിൻ്റെ കുദ്റത്തിന് മുമ്പിലേ അസാധ്യം എന്നൊന്നില്ല. അത്തരത്തിലുള്ളൊരു വാക്കേ ഇല്ല. ഏതൊരു അസാധ്യമായിട്ടുള്ള കാര്യവും സാധ്യമാകും എന്നുള്ളതാണ്. നമ്മൾ സമയം അനുസരിച്ചിട്ട് ചിന്തിക്കണം. എന്നാൽ അള്ളാഹു ഹിക്മത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നിശ്ചയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ചില ദുആകൾ വൈകിയാലും അതിൻ്റെ ഫലം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള അനുഗ്രഹമായിട്ട് മാറുന്നത്. ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം അല്ലേ? അതിനു മുമ്പായിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കാൻ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക്, ജീവിതത്തിൽ ഇത്തരത്തിൽ കാത്തിരിപ്പുകൾ ഉള്ള ആളുകളിലേക്ക്, ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്നവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ശ്രമിക്കാം. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കണേ. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആദ്യം തന്നെ അഹ്ലുൽ ഈമാനായ മനുഷ്യരുടെ ജീവിതം നോക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ലോകം മുഴുവൻ അവരുടെ മുന്നിൽ തുറന്നു കിട്ടും. നിങ്ങൾക്കറിയോ, അവർ അള്ളാഹുവിനെ തിരഞ്ഞെടുക്കുന്ന ആളുകളായിരിക്കും. സമ്പത്തും സൗന്ദര്യവും പ്രശസ്തിയും മനുഷ്യനെ പലപ്പോഴും അള്ളാഹുവിൽ നിന്ന് അകറ്റുന്നുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളുടെ കയ്യിൽ കുറച്ച് പണം വരുമ്പോൾ, ഒരു 10 രൂപ നമ്മുടെ കയ്യിൽ എത്തുമ്പോൾ നമ്മൾ ആരെന്നില്ലാത്ത അഹങ്കാരം ചില സമയത്ത് നമ്മളുടെ തലയിൽ കയറാറുണ്ട്. പിന്നീട് നമുക്ക് നിസ്കരിക്കാൻ തോന്നൂല, ദുആ ചെയ്യാൻ തോന്നൂല, ദിക്റുകൾ ചൊല്ലാൻ തോന്നൂല. പക്ഷെ ചില ഹൃദയങ്ങൾ അങ്ങനെയല്ല അല്ലേ? ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും കൈവശം ഉണ്ടായിരുന്നിട്ടും അവരുടെ മനസ്സ് സത്യത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. അത്തരം മഹത്തായിട്ടുള്ള ജീവിതങ്ങളിൽ ഒന്നാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റേത്. നിങ്ങൾക്കറിയോ, മക്കയുടെ വഴിയിലൂടെ അദ്ദേഹം നടന്നു പോകുമ്പോൾ ആളുകൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. മക്കയിലെ ഏറ്റവും സമ്പന്നനായ കുടുംബത്തിൽ ജനിച്ച ഒരു യുവാവ്. മുഖസൗകര്യങ്ങളും അതേപോലെ തന്നെ സൗന്ദര്യവും എന്താണെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അറിഞ്ഞ മനുഷ്യനാണ് അദ്ദേഹം. ധരിക്കുന്ന ഓരോ വസ്ത്രവും അതീവ മനോഹരമായിരിക്കും. മക്കയിലെ യുവാക്കൾ, ചെറുപ്പക്കാർ പലരും അദ്ദേഹം നടക്കുന്നത് പോലെ ആകാൻ ആഗ്രഹിച്ചിരുന്നു. ഉപയോഗിച്ചിരുന്ന സുഗന്ധത്തിൻ്റെ മണവാസന അദ്ദേഹം നടന്നു പോയ വഴികളിൽ പോലും നിലനിന്നിരുന്നുവെന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. മുഖത്തെപ്പോഴും ഒരു തിളക്കമുണ്ടാകും. സംസാരത്തിൽ സൗമ്യത, ആളുകളോട് പെരുമാറുമ്പോൾ അതിയായ വിനയം, സമ്പത്തുണ്ടായിരുന്നെങ്കിലും അഹങ്കാരമില്ലാത്ത സ്വഭാവം. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ആളുകൾ ഇഷ്ടമാകുന്ന ഒരു വ്യക്തിത്വം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ട മകനായിരുന്നു അദ്ദേഹം. ആവശ്യപ്പെടുന്നതിന് മുമ്പേ സൗകര്യങ്ങൾ എത്തിക്കപ്പെടുന്ന ജീവിതമായിരുന്നു മഹാനവറുകളുടേത്. മക്കയിലെ ആഡംബര ജീവിതത്തിൻ്റെ ഒരു അടയാളം പോലെ ആളുകൾ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിരുന്നു. അദ്ദേഹം ധരിച്ച വസ്ത്രങ്ങൾ പോലും മക്കയിൽ ചർച്ചയായിരുന്നു. യുവാക്കൾ അദ്ദേഹത്തിൻ്റെ നടപ്പും വേഷവും അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു ജീവിതം. പക്ഷേ ആ മനോഹരമായിട്ട് ജീവിതത്തിനിടയിലും അദ്ദേഹത്തിൻ്റെ ഹൃദയം സത്യത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നു.
ഒടുവിൽ ഇസ്ലാമിൻ്റെ വെളിച്ചം ഹൃദയത്തിൽ പ്രവേശിച്ചപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ആഡംബരവും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ചെറുതായി മാറി. കാരണം അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് അള്ളാഹുവിനെ അറിയുന്ന ഹൃദയമാണെന്ന്. ഇസ്ലാം സ്വീകരിച്ചെന്ന കാരണത്താൽ സ്വന്തം കുടുംബം പോലും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. സമ്പത്ത് നഷ്ടപ്പെട്ടു, സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു, പക്ഷെ ഈമാൻ വിട്ടില്ലല്ലേ. ഒരിക്കലും ഏറ്റവും വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന മനുഷ്യൻ പിന്നീട് വളരെ ലളിതമായ വസ്ത്രം ധരിച്ചാണ് ജീവിച്ചത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തിലെ നൂർ, ആ ഒരു പ്രകാശം കുറഞ്ഞില്ല. കാരണം അള്ളാഹുവിനോടുള്ള മുഹബത്ത്, അള്ളാഹുവിനോടുള്ള സ്നേഹം ഹൃദയത്തെ ശക്തമാക്കുകയാണ് ചെയ്തത്. ഒടുവിൽ ഉഹദ് യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ വഴിയിൽ ഷഹീദാകുമ്പോൾ അദ്ദേഹത്തെ മൂടാൻ പൂർണ്ണമായ ഒരു കഫൻ പുടവ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ലോകത്തിലെ സമ്പത്ത് നഷ്ടപ്പെട്ട ആ മനുഷ്യൻ അള്ളാഹു ആഖിറത്തിൽ ഒരുക്കിയ പ്രതിഫലം അതീവ മഹത്തായതാണ്, മനോഹരമായതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിൽ നഷ്ടമാകുന്ന എല്ലാം യഥാർത്ഥ നഷ്ടമല്ല. അള്ളാഹുവിനെ നേടാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ഓരോ കാര്യത്തിനും അവൻ അതിനേക്കാൾ വലിയ നന്മ നൽകും. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ ദുആയും ഓരോ കണ്ണുനീരും ഓരോ സഹനവും അള്ളാഹുവിൻ്റെ അടുത്ത് തീർച്ചയായിട്ടും ഉത്തരം കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എത്ര വൈകിയാലും എത്ര പരീക്ഷണങ്ങൾ വന്നാലും നമ്മൾ പടപ്പുകളോട് ആവലാതിയും വേവലാതിയും പറയാതെ നമ്മൾ പടപ്പുകളോട് എടാ എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്, ഒന്നും നടന്നു കിട്ടണില്ല, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയിക്കണം എന്നൊന്നും പറയാതെ നിങ്ങൾ ഒരു 2 റക്അത്ത് നിസ്കരിച്ച് പടച്ചോൻ്റെ മുമ്പിലിരുന്ന് നിങ്ങൾക്കൊന്ന് കരയാൻ സാധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളു തുറന്ന് പടച്ചോനോടൊന്ന് ദുആ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല നൽകും അതിനുള്ള ഉത്തരത്തിലെ. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എത്രയൊക്കെ പണം വന്നാലും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്രയൊക്കെ സുഖസൗകര്യങ്ങൾ വന്നാലും പിന്നെയും ഇല്ല ഒന്നുമില്ല, എൻ്റെ മകൻക്ക് ജോലിയില്ല, അവൻ്റെ ജോലിയിൽ ബർക്കത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ കണ്ടിട്ടുണ്ട്. ഉണ്ടായിട്ടും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ, അത്തരം ആളുകളെ റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്ന ആ ഒരു വിഷയം ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. ഏതാണ് ആ ഒരു മഹത്തായിട്ടുള്ള അമൽ എന്ന് നമുക്കറിയണ്ടേ. ഇത് പരിശുദ്ധമാക്കപ്പെട്ടുള്ള ഒരു സലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വ ബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി അദദ കമാലില്ലാഹി വ കമാ യലീഖു ബി കമാലി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വ ബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി അദദ കമാലില്ലാഹി വ കമാ യലീഖു ബി കമാലി. പരിശുദ്ധമായിട്ടുള്ള സ്വലാത്ത് ഒരു തവണ നമ്മളത് ചൊല്ലിയാൽ തന്നെ 10 ലക്ഷം തവണ ചൊല്ലിയതിൻ്റെ ഫലമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹായം കിട്ടുന്ന ഈ ഒരു സലാത്തിനെ നിങ്ങൾ മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് ഒരു 300 തവണ വെച്ച് ഡെയിലി നമ്മളൊരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി വരികയാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു അമലിനെ ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ദുഃഖമാണെങ്കിലും എത്ര ഇടങ്ങേറ് പിടിച്ച് കിടക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഈ ഒരു സലാത്തിൻ്റെ മുമ്പിൽ അത് നമുക്ക് റെഡിയായി കിട്ടുക തന്നെ ചെയ്യൂട്ടല്ലേ. പിന്നെ ഈ ഒരു അമൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലെ പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം കൊടുത്തിരിക്കണം. ഞാൻ ഈ ഒരു അമൽ ചെയ്യുമ്പോൾ എൻ്റെ ഈ ഒരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടെയായിരിക്കണം ഈ ഒരു സലാത്തിന് ചെല്ലേണ്ടത്. പിന്നെ ഈ സ്ക്രീനിൽ ഈ ഒരു സലാത്തിനെ കാണിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് വേറെയും കുറേ ഇഷ്യൂസ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മഹത്തായിട്ടുള്ള സലാത്തിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാൻ നോക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു അമലിനെ നമുക്ക് ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ഈ ഒരു അമലിനെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.